IAS കിട്ടിയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കേരളത്തിലേക്ക് വന്നത് തന്നെ വലിയൊരു കഥയാണ്. തിരുവനന്തപുരം അറിയാതെ ചെന്നൈയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ CBI ഉൾപ്പെടെയുള്ളവരിൽ ജോലി ചെയ്തിട്ടുണ്ട്. എവിടെ കൊണ്ട് നിർത്തിയാലും ജോലി ചെയ്യുമെന്ന് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 6 മാസമായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവും അവിടെയൊക്കെ. പക്ഷേ ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഒരു കയ്യൊപ്പിടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പം അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ ചിലയിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലേ, ഇതിങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമല്ലേ എന്ന് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സാർ പ്രത്യേകം സ്റ്റഡി ചെയ്യുന്നതല്ലല്ലോ, ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ചില ആളുകൾ അപ്പോൾ ചിലപ്പോൾ അത് നമ്മളത് ചെയ്യുമ്പോൾ അത് നാട്ടുകാരറിഞ്ഞു, അത് പത്രത്തിലൊക്കെ വന്നു, മലയാളം മനോരമക്കാർ ഒരു അവാർഡൊക്കെ തന്നു. പക്ഷേ ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രം, പല ആളുകളുണ്ട് ഇതൊക്കെ ഇത് ചെയ്യാൻ. ഒരു അനന്ത് കൃഷ്ണനുണ്ട്. അനന്ത് കൃഷ്ണൻ കേരളത്തിൽ കേരളത്തിലെ കമ്പ്യൂട്ടറൈസേഷൻ 100% കൊണ്ടുവന്നത് പുള്ളിയാണ്. പക്ഷെ പുള്ളി മിണ്ടാതെ ജോലി ചെയ്യും. അങ്ങനെയുണ്ട്. മിണ്ടാതെ ജോലി ചെയ്യുന്ന ആളുകളെ ഒന്നും പത്രക്കാരും പിന്നെ പ്രസ്സും മീഡിയ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നമ്മുടെ KJ ജോസഫ് സാറൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും ഒരു ലഹളമുണ്ടായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാർ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ സുകുമാരൻ നായർ സാറുണ്ട്. എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു. അപ്പോൾ കീഴിൽ വരുമ്പോൾ ഞാൻ നന്നായിട്ട് മലയാളം അറിഞ്ഞിരിക്കണം, ഞാൻ നന്നായിട്ട് യൂണിഫോം ധരിച്ചിരിക്കണം. ഹീ മേഡ് ഇറ്റ് എ പോയിന്റ്. അപ്പോൾ there are people, I mean, ഒത്തിരി ആളുകളുണ്ട്. അത് നിങ്ങൾ എന്നെ വിളിച്ചെന്ന് ഒരു നിമിത്തമായിട്ട് എന്നെ മാത്രം കാണുള്ളൂ. താങ്കൾക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉള്ള വേറെ ആളുകളും താങ്കൾക്ക് വിളിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം നന്നാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അതിൻ്റെ മുമ്പിലുള്ള ആളുകളും കുറേ ആളുകളെ കാണും, അതിന് ശേഷവും കുറേ ആളുകളെ കാണും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 11 വർഷം മുമ്പായിരുന്നല്ലോ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. അത് 11 വർഷം ശേഷം ഞാൻ വന്ന ശേഷവും അവിടെ കുറേ ആളുകളൊക്കെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെ തുടർന്നായിരിക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ആളുകളെല്ലാം 100% ഹെൽമെറ്റൊക്കെ വെക്കുന്നത്, സീറ്റ് ബെൽറ്റൊക്കെ വെക്കുന്നത്. പക്ഷേ നിയമം നമ്മളെ പാലിപ്പിക്കാനുള്ള ഒരു പരിധിയുണ്ട്. നാട്ടുകാർക്ക് ഒരു ശ്രദ്ധയില്ലായ്മ അത് അത്രയും ശരി. ഇനിയും 5000 നമ്മുടെ മരണത്തിൽ 5000 ആളുകൾ ഏകദേശം എല്ലാ വർഷം മരിക്കുന്നു. എന്തുകൊണ്ട് ഈ നമ്പർ 2000 അല്ലെങ്കിൽ 3000 വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇനിയും ശ്രദ്ധയില്ല. ലെക്ചർ കൊടുക്കാൻ ഉദാഹരണം ഞാൻ പറയാം. ലെക്ചർ കൊടുക്കാനും അത് കണ്ടാൽ എനിക്ക് സങ്കടം തോന്നി. ലെക്ചർ കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിന് വേണ്ടി നമ്മുടെ കാത്തിരിക്കുന്നു, സ്റ്റേഷനിൽ നിൽക്കുന്നു. മിക്കവാറും കോട്ടയം സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ കോട്ടയം സ്റ്റേഷനിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവർ ട്രെയിനുകൾ ചിലപ്പോൾ ഈ അവസാനത്തെ സമയത്തിൽ ചിലപ്പോൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അവിടെ മാറാറുണ്ട്. അത് അവരുടെ ഓപ്പറേഷൻ റിക്വയർമെൻറ്റാണ്. അപ്പം നോക്കുമ്പോൾ ആ ട്രെയിൻ അവിടെ വരില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാ ആളുകളും ഈ 100% സാക്ഷരമുള്ളൂ. നമ്മുടെ ബീഹാർ UP കാരോട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരോട് പറഞ്ഞാൽ അവർക്ക് സാക്ഷരത ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനിപ്പിക്കാം. ഇവിടെ മൈസൂരിൽ ഒരു 10-50 ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് താഴെ ഇറക്കി 2 ട്രാക്ക് ക്രോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പോലീസുകാരി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെന്നോ. അപ്പോൾ പോലീസുകാരി ഇങ്ങനെ വിസിലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ വിസിലടിക്കുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇവർക്ക് എവരായിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതായാലും നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളത് അവരെ തടയാൻ ശ്രമിച്ചില്ലേ? ഇവരൊക്കെ പേരൊക്കെ മേൽവിലാസമൊക്കെ എടുത്തിട്ട് കുറേ ആളുകൾ അവരായിട്ട് കേസ് എടുത്തിട്ട് ഒരു 500 രൂപ 1000 രൂപ ഒരു ഫൈൻ വരെ ചെയ്താലും കുറച്ച് പേടി ഉണ്ടാവുമല്ലോ. കേസ് അതായത് പുള്ളികളെ ഒരു നിസ്സഹായം പോലെ ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ നിയമങ്ങൾ. അപ്പോൾ ഈ അമേരിക്ക, ഈ സൗദി അറേബ്യ, ഈ ദുബായ് പോലെയുള്ള ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കർശനമായ നിലപാട് എടുത്താലേ മതിയാവും. അതായത് ഞാൻ പറയുന്നത് 2 തെറ്റ് ചെയ്താൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം.
അവർക്ക് നമ്മളെ പോലെ മലയാളികളുണ്ടല്ലോ ഗൾഫിൽ. നിങ്ങളും ചിലപ്പോൾ ഗൾഫിൽ പോകാത്ത ഇപ്പോൾ ആരുമില്ല. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ പോയത്? ഇങ്ങനെ ഒരു 10ൻ്റെ സ്പീഡിൽ വണ്ടി ഓടിച്ച്, ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും സ്ലോ ആയിട്ട്, അയ്യോ സാർ ഇവിടെ സാർ ആ ലൈൻ സാർ കാണുന്നുണ്ടല്ലോ, അവിടുന്ന് മുകളിൽ ഞാൻ കയറിയാൽ ക്യാമറ എന്നെ പിടിച്ചാൽ എത്ര ദിർഹം എന്തോ അവർ പറയുന്നുണ്ട്, 500 ദിർഹമോ 1000 ദിർഹമോ ഒക്കെ പോവും സാർ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും മാന്യത, നിങ്ങൾ ഇത്രയും മാന്യനായിട്ട് നടക്കുന്നത് ഇവിടെയാണ്. നിങ്ങളും തന്നെ തിരുവനന്തപുരത്തിലോ കൊച്ചിയിലോ പോയാൽ നിങ്ങളെ ശ്രദ്ധിക്കുമോ? വിളിച്ചിരിക്കുന്നു, വേറെ ഒന്നുമില്ല. നമ്മുടെ ആ ഒരു 100 രൂപ 500 രൂപ 1000 രൂപ എന്ന ഫൈനാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു കൂടുതൽ തുക, ഒരു 10,000-ൻ്റെ താഴെ ഫൈൻ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതിനകത്ത് പല സംസ്ഥാനങ്ങൾ അവരുടെ ആ രീതിയിലൊക്കെ ആ ഫൈൻ അവർ ഇടുന്നില്ല. അപ്പോൾ ആളുകൾ മരിച്ചേ കൊണ്ടിരിക്കുന്നു. ഈ ലൈൻ്റെ കാര്യത്തിലൊക്കെ സാർ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴേ അവർ മനസ്സിലാക്കണ്ടേ, അവർ ഇനിയും മനസ്സിലാവില്ല. ചില ആളുകളെ ഹെൽമെറ്റ് മാറ്റിയിട്ട് കയ്യിൽ വയ്ക്കും. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വെച്ച് സാർ ഇപ്പോൾ 1 കിലോമീറ്റർ വരെ ഒരു പോലീസുകാരൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്ത് പറയാൻ പറ്റും? പിന്നെ അത് അപ്പം പിന്നെ മരണം കുറയാനില്ല. നമ്മൾ വിശേഷിച്ച് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ ഇത്ര നിയമങ്ങളൊക്കെ ഹെൽമെറ്റ് ഉണ്ടായിട്ടും സീറ്റ് ബെൽറ്റുകൾ ഉണ്ടായിട്ടും, കാരണം ഇത് നമ്മുടെ ഒരു ആവശ്യം പറയുമ്പോൾ രാത്രി 1 മണിക്ക് നാച്ചുറലി രാത്രി ഒരു 11 മണി ശേഷം പിന്നെ ട്രാഫിക് ഡ്യൂട്ടിക്കാരൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിന് ഒരു തോന്നും പോലെയാണ് അവിടെ വണ്ടി ഓടിക്കുന്നത്. സാർ ഇപ്പോൾ ജയിലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഒരു നിരപരാധിയെ രക്ഷിക്കുന്നൊരു സംഭവം പറഞ്ഞു കേട്ടത്. കാരണം അയാളൊരു കേസിൽ പെട്ടുപോകുമായിരുന്നു, ഒരു റിക്ഷ ഓടിക്കുന്ന മനുഷ്യൻ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ മാത്രമുള്ള സമയം സത്യത്തിൽ കിട്ടുമോ അത്തരം ജോലികൾ ചെയ്യുമ്പോൾ? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ, അത് സാർ നിരന്തരമായി പോകണം? നമ്മൾ ഒരു ജയിൽ DG ആണെങ്കിൽ നമ്മുടെ ജയിലുകളെ സന്ദർശിക്കണം. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ അവിടെ പോയി നോക്കുക. ഒരു ഓഫീസിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓഫീസിന് വേണ്ടി ഞങ്ങളെ ഓഫീസിന് പണി ചെയ്യാൻ വേണ്ടിയൊക്കെ അവിടെ ആളുകളുണ്ട്. ഫയൽ ക്ലിയർ ചെയ്യാനും എന്തെങ്കിലും ചെയ്താലൊക്കെ ഫയലുകൾ അവിടെ ചെയ്യാൻ ആളുകൾ. നമ്മളൊക്കെ നേരെ ഇറങ്ങുക, ഫീൽഡിൽ ഇറങ്ങുക, നോക്കുക. സ്റ്റേഷനിൽ ഹോസ്ദുർഗിൽ പോവുക. ഹോസ്ദുർഗ് ലാസ്റ്റ് ജയിലാണ്. ഹോസ്ദുർഗിൽ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഹോസ്ദുർഗിൻ്റെ സ്റ്റാഫ് ആ സാറ് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ കുറേ കാര്യങ്ങൾ അവിടെ നന്നാക്കി വയ്ക്കും. പിന്നെ നമ്മൾ അവിടെ കിടക്കുന്ന എല്ലായിടത്തും പുറത്ത് ജയിലിൻ്റെ അകത്തും ഈ സെല്ലിൻ്റെ പുറത്ത് എടുത്തിട്ട് ചോദിക്കാമല്ലോ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, ഇവിടെ താങ്കൾക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ, ആരും മർദ്ദിക്കുന്നുണ്ടോ, നിന്നെ ആളുകളെ കാണാൻ സമ്മതിക്കുന്നുണ്ടോ? അവർക്ക് കുറേ അവകാശങ്ങളുണ്ട്. സാർ DGP ഇങ്ങനെ വന്ന് ചോദിക്കും. എൻ്റെ ജയിലിലും ചിലപ്പോൾ ചോദിച്ചാൽ എന്നെവരായിട്ട് പരാതി ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. ഒറ്റ ജയിലിൽ പോയാൽ 10 ജയിലിൽ തന്നെത്താൻ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. ഇങ്ങനെ ഒരു സന്ദർശിക്കുമ്പോഴാണ് അവർ ഒരു സങ്കടത്തിൽ പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞത്. സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സാറിന് അന്വേഷിക്കാം. ആ ലോക്കൽ SP വഴി SP-യുമായി സംസാരിച്ചിട്ട് SP കൺസേൺഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായി സംസാരിച്ചിട്ട് അവർ പറഞ്ഞു ശരിയാണ് സാർ, ഇയാളത് തെറ്റൊന്നുമില്ല. അവിടെ തന്നെ അവർ തെറ്റ് ചെയ്യുന്ന ആളുകളും അവിടെ ഉണ്ട്. അവരും പറയുന്നു ഇല്ല സാർ, ഇയാൾ ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ്, ഇത് കൊലപാതകം ഞങ്ങളാണ് ചെയ്തത്, ഇയാളുടെ ഓട്ടോയിൽ ഒരു സ്ഥലം നിന്ന് മറ്റേ സ്ഥലം വരെ പോയതേ ഉള്ളൂ. അവർ തന്നെ പറയുന്നു. പക്ഷെ ഇതുപോലെ കേൾക്കാനും ഒരു DGP പറഞ്ഞിട്ടേ ഈ കാര്യങ്ങൾ പുറത്ത് വരുള്ളൂ. എന്ത് വ്യവസ്ഥയാണ്? അവിടെ ഒരു സൂപ്രിൻറ്റൻഡൻ്റ് ഉണ്ട്. സൂപ്രിൻറ്റൻഡൻറ്റും അത് കേട്ട് കാണുമല്ലോ. പക്ഷേ നമ്മുടെ അതിന് നടപടിയില്ല, ഒന്നുമില്ല. ആ ലോക്കൽ SP-യെ വിളിച്ചത് ഞാൻ പോയ ശേഷം ആ SP വന്ന് സംസാരിച്ചു. നമ്മൾ ഇതൊന്നും അന്വേഷിക്കാമോ, അങ്ങനെ പറയുന്നു, അതിന് കാരണമൊന്നും. 3 ദിവസം ശേഷം പറഞ്ഞു സാറ് പറഞ്ഞ കാര്യം ശരിയാണ്, ഇയാൾ ഏതായാലും കേസ് കോടതിയിൽ പോയ സ്ഥിതിക്ക് ഇപ്പോൾ ഞങ്ങളൊരു DYSP ലെവലിൽ മജിസ്ട്രേറ്റിന് ഒന്ന് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾ മജിസ്ട്രേറ്റ് ബോധിപ്പിക്കാൻ പോവുക. മജിസ്ട്രേറ്റ് ബോധിപ്പിച്ചു. അദ്ദേഹമാണ് ഇതിനൊന്നും ഇല്ലാതെ പറഞ്ഞിട്ട് പുതിയ ഇൻവെസ്റ്റിഗേഷൻ കേസ് ചാർജ് ഷീറ്റ് ചെയ്ത ശേഷവും പുതിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ അത് കോടതിയിൽ ബോധിപ്പിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. 170
പണ്ടത്തെ CRPC 173 ഇൻ ബ്രാക്കറ്റ് 8 അത് അറിയിച്ചു, ആൾ പോയി.